ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിലുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, അതേപോലെ തന്നെ ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ ഈ കളറെന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് നമ്മൾ കൂടുതൽ വെളുത്തുള്ളി കിട്ടുമ്പോൾ സുർക്കയിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് അരച്ചെടുക്കുന്നതാണ്, പേസ്റ്റ് ആക്കി എടുക്കുന്നതാണ്. അതാണ് ആ കളർ വരുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമുക്കത് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ്, അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിനെഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ചിക്കൻ മസാല തന്നെയാണ്. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗരം മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലോട്ട് അരച്ച് ചേർക്കുകയാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ മെയിനായിട്ടുള്ള കൂട്ടെന്ന് പറയുന്നത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ചിക്കനിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. നമ്മൾ ഈ ഗ്രേവി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഇതൊന്ന് വറുത്ത് കോരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.